കോട്ടയം തലയോലപ്പറമ്പ് വരിക്കാംകുന്ന് പ്രസാദഗിരി പള്ളിയിൽ കുർബാനയ്ക്കിടെ സംഘർഷം. ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. നിരവധി പേർക്ക് പരുക്കേറ്റു. ദൃശ്യങ്ങളിലേക്ക്. എനിക്ക് നമ്മുടെ അതിരൂപതയിൽ നിന്നുള്ള കൽപ്പന അനുസരിച്ചാണ്, അതിരൂപതയിൽ നിന്ന് ബോസ്ക പിതാവും ചാൻസലർ ഒപ്പിട്ട കൽപ്പന അനുസരിച്ചാണ് 6 തീയതി ജനുവരി 6 മുതൽ എന്നോട് ഇവിടെ ചാർജ് എടുക്കുമെന്ന് പറഞ്ഞിരുന്നത്. ഞാനിവിടെ പരമാവധി ആൾക്കാരെ മാറാതിരിക്കാൻ വേണ്ടിയൊക്കെ ഞാൻ അവിടെ തന്നെ പിടിച്ചെന്നെങ്കിലും അവർ ഒരുപാട് പേര് എന്നെ വട്ടം കൂടി അങ്ങോട്ട് വലിക്കുന്നു, ഉണ്ടെന്ന് തള്ളുന്നു, എന്നെ ഉടുപ്പെ പിടിച്ച് വലിക്കും. ഞാൻ വെസ്റ്റ്മെൻസിലെല്ലാം ധരിച്ച് നിൽക്കുകയല്ലേ, അങ്ങ് വെസ്റ്റ്മെൻസിലെ പിടിച്ച് വലിക്കുന്ന ഉണ്ടിയും തള്ളിയെല്ലാം ചെയ്ത് അവസാനം ഈ ബലിപീഠത്തിൽ നിന്ന് ഒരു 2 അടിയോളം താഴ്ചയാണ് സങ്കീർത്തി. എന്നെ അപ്പുറത്തോളം വലിച്ചുകൊണ്ട് അങ്ങോട്ട് ഉണ്ടി തള്ളിയിട്ടു. വിവരങ്ങളുമായി ടോബി ജോൺസൺ ആണ് ചേരുന്നത്. ടോബി, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. പള്ളിക്കകത്ത് അൾത്താരയ്ക്കുള്ളിലേക്കൊക്കെ കയറിയാണ് ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. എന്താണ് ഈ പ്രതിഷേധത്തിന് കാരണം? പ്രവിത, നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതുപോലെ, അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആ കുർബാന തർക്കത്തിൻ്റെ പല കാഴ്ചകളും നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതാണ്, തെരുവിലടക്കം കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനമായ രീതിയിൽ ഇന്ന് പള്ളിക്കുള്ളിലാണ് ഈ ഒരു തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കുമൊക്കെ പോയത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. തലയോലപ്പറമ്പ് വരിക്കാംകുന്ന് പ്രസാദഗിരി പള്ളിയിലാണ് ഈ സംഘർഷം നടന്നത്. ഇന്ന് രാവിലെ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി ജോൺ തോട്ടുപുറം എന്ന പുതിയ വികാരി, അദ്ദേഹത്തിന് 6 തീയതി മുതൽ അവിടെ ചുമതല ഏറ്റെടുക്കണം, പുതിയ ചുമതല നൽകിയതാണ്. ബിഷപ്പ് ബോസ്കോയാണ് ഇത് സംബന്ധിച്ച ഒരു ഉത്തരവ് ഇറക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഈ ജോൺ തോട്ടുംപുറം അവിടെ കുർബാന ചൊല്ലുന്നതിന് വേണ്ടി രാവിലെ എത്തിയപ്പോൾ ഈ എതിർപക്ഷത്തുള്ളവർ, അതായത് ജനാഭിമുഖ കുർബാനയെ അംഗീകരിക്കുന്നവർ, പിന്തുണയ്ക്കുന്നവർ ഇവിടെ ഈ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. തുടർന്ന് അവിടെയുള്ള മറ്റ് വിശ്വാസികൾ ഈ പള്ളിയുടെ വാതിലുകളൊക്കെ അടച്ചിരുന്നു. എന്നാലും മറ്റു ചില വഴികളിലൂടെ അകത്ത് കയറി വലിയ സംഘർഷത്തിലേക്ക് തന്നെ പോവുകയായിരുന്നു. ഈ ജോൺ തോട്ടുംപുറം എന്ന് പറയുന്ന വികാരിക്ക് മർദ്ദനമേറ്റു എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ജെറിൻ പാലത്തുങ്കൽ എന്ന് പറയുന്ന വികാരിക്ക് സ്ഥലം മാറിപ്പോകാനുള്ള ട്രാൻസ്ഫർ ഓർഡറാണ് വന്നത്. പക്ഷേ അദ്ദേഹം മാറിപ്പോയില്ല എന്നുള്ളൊരു പരാതിയാണ് ഈ എതിർ വിഭാഗം പറയുന്നത്. എന്തായാലും പോലീസ് കൃത്യസമയത്ത് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് അവിടെ എത്തി ഈ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. തുടർന്ന് ഈ പള്ളി പൂട്ടിയിട്ടുമുണ്ട്. നമ്മൾ എറണാകുളം ജില്ലയിൽ സമാനമായ രീതിയിലുള്ള വലിയ കയ്യാങ്കളിയും തർക്കവുമൊക്കെ മുൻപ് കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും കുറച്ചും കൂടി അതിര് കടന്ന് ഒരു പടി കൂടി കയറി ഒരു പള്ളിക്കുള്ളിൽ, അൾത്താരയ്ക്കുള്ളിൽ സംഘർഷത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിൽ നടപടികൾ ഉണ്ടാകും. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. വലിയ തർക്കമാണ് പള്ളികളുണ്ടായത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തവുമാണ്.